ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രോമോ അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇപ്പോൾ കുറച്ചു മുമ്പ് ഒരു പ്രോമോ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് ഫ്ലോറിൽ നിന്നും രോഷാകുലനായി ലാലേട്ടൻ പുറത്തേക്ക് എന്നാണ് പ്രോമോയുടെ ടൈറ്റില്. ഇതിനകത്ത് കാണിക്കുന്നത് എവിക്ഷൻ റിലേറ്റഡ് ഡ്രാമയാണ്. നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു, ഇന്ന് എവിക്ഷൻ ഡ്രാമ ഉണ്ടാവും എപ്പിസോഡിനകത്ത്. അത് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്നൊരു സംഭവമാണ്. അപ്പൊ ഗാർഡൻ ഏരിയയിൽ എവിക്ഷനിൽ വന്നവരെല്ലാവരും നിൽക്കുന്നു. അപ്പോൾ അനുമോളും നൂറയും എന്തോ ചെയ്യുന്നുണ്ട്. അത് ലാലേട്ടൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്താണെന്ന് വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് എൻ്റെ കയ്യിലുള്ളത് നമ്പർ 1 ആണെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, എവിക്ഷനും ഉണ്ടാവും എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. കാരണം 50ാമത്തെ ദിവസമാണല്ലോ. എവിക്ഷൻ ഇല്ലെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളോട് എവിക്ഷൻ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനുമോളും നൂറയും എന്തോ ഇതിനിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് ലാലേട്ടൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ തന്നെ ആയിക്കോളൂ ബിഗ് ബോസ്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ നടന്നു പോകുന്നുണ്ട് തിരിഞ്ഞിട്ട്. ഇതെനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ബ്രേക്ക് എടുക്കാനായിട്ട് പോയതാണെന്നാണ് കേട്ടോ. അല്ലാതെ എനിക്കിത് കണ്ടിട്ട് വേറെ ഒന്നും തന്നെ തോന്നുന്നില്ല. ഡു യു ഫീൽ എനിത്തിങ്? നത്തിങ് എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. കാരണം ഇന്നലെ നമ്മളൊന്നും കണ്ടില്ല, ഒന്നും തന്നെ ഒരു പ്രതീക്ഷയില്ലാതെയാണ് എപ്പിസോഡ് കണ്ടത്. അതിനകത്ത് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇന്നും അതേ രീതിക്ക് തന്നെ പോകാനായിട്ടുള്ള സാധ്യതകളാണ്. ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഷോക്ക് വാല്യൂ കിട്ടാനായിട്ട് ഒരു പ്രോമോ ഇട്ട് തന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനകത്ത് വലിയൊരു സംഭവം ഒന്നും തോന്നുന്നില്ല. ലാലേട്ടൻ രോഷാകുലനായിട്ട് പോയ പോലെ ഒന്നും തോന്നുന്നില്ല. ബ്രേക്ക് എടുക്കാനായിട്ട് പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകർ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയുക. നമുക്ക് ബാക്കി എപ്പിസോഡ് കണ്ടിട്ട് സംസാരിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.